ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു എയ്റോപ്ലെയിൻ ഉണ്ടാക്കുകയാണ്. അപ്പം നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ നൂത്തെടുക്കണം. പിന്നെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ മടക്കിയേക്കുന്ന മിഡിൽ ഭാഗത്തോട്ട് നമ്മളിങ്ങനെ മടക്കി കൊണ്ടുവന്ന് വയ്ക്കാം. അതുപോലെ അപ്പുറത്തെ സൈഡും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെ ചെയ്യുകയാണ്. അവൻ അവിടെ കയറി തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് കൃഷാങ്ക്. അവനെ വീട്ടിൽ വിളിക്കുന്ന പേര് അമ്പാടി എന്നാണ്. അപ്പം ഞാനാണെങ്കിൽ മടക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് സൈഡ്. അവൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പം അവൻ വീഡിയോ എടുത്ത് ഒത്തിരി വെട്ടം, പക്ഷെ അത് ഫുള്ള് അവൻ കുളമാക്കി. എന്താണ്ടൊക്കെ സൗണ്ട് ഇട്ട് അവൻ താനെ അങ്ങ് ഓഫാക്കി. എന്താ ചെയ്തതെന്ന് ഇത് ഞാൻ നോക്കി ഫസ്റ്റ് ക്യാമറ എടുത്തു. അതുകൊണ്ട് നമ്മളിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് അങ്ങനെ ആക്കിയെടുക്കണം. ഈ ഒരു എയ്റോപ്ലെയിൻ നമ്മളിങ്ങനെ മടക്കിയെടുക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്നല്ല, നമ്മളിതിൻ്റെ ഇതേമാതിരി നമ്മൾ എടുക്കുകയാണ്. ഇവിടുന്ന് ഒന്നുകൂടെ നമ്മൾ അതേമാതിരി മടക്കണം. ഒരു സൈഡ് ഇങ്ങനെ കൂടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ കുറച്ചിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് താഴെ വരുമെന്ന് അപ്പം നമ്മളിതേണ്ട ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനെ നേരെ ഒന്നാക്കിയിട്ട് വീണ്ടും ഇവിടുന്ന് ഒന്നുകൂടെ മടക്കാം. വീണ്ടും അവിടുന്ന് ഒന്നുകൂടെ നമ്മുടെ മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മിഡിലോട്ട് ഇങ്ങനെ വരയ്ക്കുക. ഞാൻ പടം വരച്ചൊരു ബുക്കിലെ പേപ്പറായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല എന്നും പറയേണ്ടതാണ് ഈ എയ്റോപ്ലെയിൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഒത്തിരി പടം വരയ്ക്കും. അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. കാരണം വരച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ സാധാ എയ്റോപ്ലെയിൻ മടക്കുന്ന മാതിരി നമ്മൾ ഇതേമാതിരി നമ്മളിങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാധാ എയ്റോപ്ലെയിനൊക്കെ ഇങ്ങനെ ഇച്ചിരി പാടാണ് ഇത് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാൻ. അമ്പാടിക്ക് ഞാൻ ഇച്ചിരി മുന്നേ ഉണ്ടാക്കി കൊടുത്തു. അന്നേരം അവൻ പറഞ്ഞ് നല്ലോണം പോകുന്നുണ്ടായിരുന്നു. കാറ്റത്തായിരുന്നു എന്തുവാന്ന് നമുക്കപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എയ്റോപ്ലെയിൻ കിട്ടിയത്. അപ്പോൾ അമ്പാടിയെ കൊണ്ടൊന്ന് പറത്തിക്കാം. അമ്പാടി എന്നാ പറത്തി വിട്ടേ. എനിക്ക് കാണാൻ പറ്റിയില്ല, ഒന്നുകൂടെ കൊണ്ടുപോവാ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ. ഏത് പ്ലെയിനാ രണ്ട് നേരത്തെ ഉണ്ടാക്കിയത് അവൻ അവിടെ നിന്ന് കിട്ടി. അമ്പാടി പറത്തിക്കോ, ഇവിടെ വന്ന് നിന്നിട്ട് അങ്ങോട്ട് പറത്തി. ഒരു എണ്ണം പറത്തിയാൽ മതി. ഒരെണ്ണം പറത്തിയിട്ട് മറ്റൊന്ന് ഓക്കെ, എന്തെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരെണ്ണം പറത്താൻ പോവാണ്. കട്ടുറുമ്പല്ല, പച്ചുറുമ്പ്. വിട്ടമ്പാടി പോയി. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ വിട്ടത് നേരെ കണ്ടില്ല. വിട്ടോ, പോയി അങ്ങ് പോയി. ഇതുകൊണ്ട് ആ ഒരു സൈഡിലോട്ട് ഇതുകൊണ്ട് പോയി, അവിടെ പോയി വീണിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചില്ല. അമ്പാടി ഒന്നുകൂടെ വിട്ട. ഇതൊരു ഫുൾ വീഡിയോ ആണ്. കേട്ടോ, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ഞാൻ വരച്ച പടങ്ങൾ. കുറച്ചൊക്കെ കാണിച്ചു തരാം. നല്ലോണമൊന്നും കാണത്തില്ല. ഇത് ഞാൻ വരച്ചതാണ്. ഇത് കുറേയിട്ടുള്ള ഇത് വരച്ചതാണ്. ഇല്ലാത്ത അമ്പാടി കുത്തി വരച്ചു. പിന്നെ ഇത് ഞാൻ വരച്ചതാണ്. നമ്മൾ തടിയിൽ ചെയ്യുന്നതാണ്. അത് വെള്ളം വീണ ഒരു ദിവസം അത് പോയി. ഇത് ഈ കണ്ണും ഞാൻ വരച്ചതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ അടുത്ത മുറി കയറിയിട്ടാണ്. ഇരുട്ടാണ്, അമ്മ ഉറങ്ങുകയാണ്. തമിഴിൽ വെച്ച് കാണിച്ചു തരാം. അതെ, ഇതൊരു പാത്രത്തിൽ ചെയ്തൊരു സംഭവമാണ്. ഇതിനകത്ത് പെയിൻ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഞാൻ വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.